നമുക്ക് ഇപ്പോൾ പോകേണ്ടതൊരു റിപ്പോർട്ടിന്റെ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ഇടുക്കി തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നു. പ്രസംഗം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടു എന്നാണ് FIRൽ പറയുന്നത്. FIRന്റെ പകർപ്പ് റിപ്പോർട്ടർ ലഭിച്ചിട്ടുണ്ട്. HRDS സെക്രട്ടറി അജി കൃഷ്ണനാണ് കേസിലെ രണ്ടാം പ്രതി. കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസിന്റെ നടപടി. രാഹുൽ സുരേഷ് വരുന്നു. രാഹുൽ, PC ജോർജിനെതിരെ വീണ്ടും ഒരു വിദ്വേഷ പ്രസംഗത്തിന്റെ കേസ് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. FIRൽ പറയുന്നത് എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് വിനീത. ഒടുവിൽ PC ജോർജ് പെട്ടിരിക്കുകയാണ്. മുസ്ലിം മതത്തെ അധിക്ഷേപിച്ച് തൊടുപുഴയിൽ നടത്തിയ പ്രസംഗത്തിലാണ് PC ജോർജിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ തൊടുപുഴ മജിസ്ട്രേറ്റ് കോടതി കേസ് പരിഗണിച്ചപ്പോൾ തൊടുപുഴ പോലീസിനോട് PC ജോർജിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത് പ്രകാരം ഇന്നലെ രാത്രി 10 മണിക്കാണ് തൊടുപുഴ പോലീസ് PC ജോർജിനെതിരെ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസെടുത്തിരിക്കുന്നത്. കേസിൽ ഒന്നാം പ്രതിയാണ് PC ജോർജ്. രണ്ടാം പ്രതി HRDS സെക്രട്ടറി ആയിട്ടുള്ള അജി കൃഷ്ണനാണ്. അജി കൃഷ്ണനെതിരെ ചുമത്തിയിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് രണ്ടാം പ്രതിയെ PC ജോർജിന്റെ മതവിദ്വേഷ പ്രസംഗത്തിന് അവസരമൊരുക്കി എന്നാണ് FIRൽ പറയുന്നത്. പ്രസംഗം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടു എന്നും പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായിട്ടും മറ്റു കേസുകളിൽ നമ്മൾ കണ്ടതാണ്. മതവിദ്വേഷവുമായി ബന്ധപ്പെട്ട് PC ജോർജിനെതിരെ നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട്. അപ്പോഴെല്ലാം ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകും. ആ നോട്ടീസ് പ്രകാരം ചോദ്യം ചെയ്യലിൽ ഹാജരാകാതെ വരുമ്പോഴാണ് വീട്ടിലെത്തിയുള്ള മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. തൊടുപുഴ പോലീസ് നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ആദ്യം നോട്ടീസ് നൽകും. നോട്ടീസ് നൽകി ഹാജരായില്ലെങ്കിലായിരിക്കും വീട്ടിലെത്തി അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുക. നേരത്തെ തൊടുപുഴയിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു ഇത്തരത്തിൽ മുസ്ലിം മതത്തെ അധിക്ഷേപിച്ചുകൊണ്ട് മതവിദ്വേഷ പ്രസംഗം നടത്തിയത്. അതായത് കേരളത്തിൽ മുസ്ലിം വർഗീയത കൂടുകയാണ്, കേരളത്തിൽ മുസ്ലിം മതത്തിൽ വിശ്വസിക്കാൻ അല്ലാത്ത ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. അതിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു കോടതിയിൽ ഈ കേസ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തൊടുപുഴ മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കുകയും തൊടുപുഴ പോലീസിനോട് കേസെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. അതിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിനീത, ശരി, ഏതായാലും ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടു എന്ന് തന്നെയാണ് FIR പറയുന്നത്. HRDS സെക്രട്ടറി കൂടി ഇതിൽ പ്രതി ചേർക്കപ്പെടുന്നു. വിദ്വേഷ പ്രസംഗത്തിൽ വീണ്ടും PC ജോർജിന് കുരുക്കുണ്ടാകുന്നു എന്നുള്ളതാണ്.